ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ 1-ാമത്തെ ദശകം തൊട്ടിട്ട് 4-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം വരെ നമ്മള് ഓരോ ശ്ലോകങ്ങളായിട്ട് അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ. ഇന്ന് നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ അഷ്ടാംഗ യോഗത്തെ കുറിച്ചിട്ട് ഓരോ വിധങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതിന്റെ പടിപടിയായിട്ട് നിർവികൽപ്പ സമാധിയിൽ നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ശ്ലോകത്തില് ആ നിർവികൽപ്പ സമാധിയിൽ എത്തുന്നതിന് മുമ്പ് എത്തുന്നതിന് എന്തെങ്കിലും പരിച്യുതി വരികയാണെങ്കിൽ, എന്തെങ്കിലും ഭ്രംശം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വീഴ്ച വരികയാണെങ്കിൽ എന്താണ് മേൽപ്പത്തൂർ പറഞ്ഞത്? ഞാന് ആ അഷ്ടാംഗ യോഗത്തിലെ ധാരണ തൊട്ടുള്ള ആ പരിശീലനം ചെയ്തിട്ട് ആ നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേർന്നു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകം നിർത്തിയത്. ഈ ശ്ലോകത്തില് നമ്മൾ നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേർന്നിട്ട് അതിൽ തന്നെ നിലനിർത്തിയിട്ട് മുക്തന്മാരായിട്ട്, ജീവൻ മുക്തന്മാരായിട്ട്, അവർക്ക് ജീവനും ദേഹവും ജീവനും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവരായിരിക്കും മുക്തന്മാരാണ്, ജീവൻ മുക്തന്മാര്. അങ്ങനെ ജീവൻ മുക്തന്മാരായിട്ട് ഈ ശുഗബ്രഹ്മർഷിയെ പോലെയും അതുപോലെ നാരദ മഹർഷിയെ പോലെയും ഒക്കെ സ്വൈരമായിട്ട് എല്ലായിടത്തും എനിക്കും സഞ്ചരിച്ചു മാറാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. സഞ്ചരിക്കാൻ പറ്റണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവാ മുക്തഭക്തകുല മൗലിതാം ഗതാം സഞ്ചരേമ സുഖനാരദാദിവ. അപ്പോ ഇനി ഓരോ വാക്കുകളായിട്ട് നമുക്ക് അർത്ഥം നോക്കാം. ഇത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്രകാരം. കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞുവല്ലോ നമ്മള്. അതുപോലെ ഇപ്രകാരം അഭ്യസന, ആ യോഗാഭ്യാസങ്ങളൊക്കെ പരിശീലിച്ചിട്ട് നിർഭരോല്ലസത്ത്. നിർഭരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിറഞ്ഞിരിക്കുക. ഉല്ലസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശോഭിക്കുക. നിർഭരോല്ലസത്ത് പറഞ്ഞ നിറഞ്ഞു ശോഭിക്കുന്ന. ത്വത് പരാത്മസുഖ കൽപ്പിതോത്സവ. ത്വത് എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെയാകുന്ന പരമാത്മസുഖ എന്ന് പറഞ്ഞാല് ആ പരബ്രഹ്മത്തിന്റെ ആനന്ദം കൊണ്ട്. കൽപ്പിതോത്സവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളിൽ അടക്കാനാവാത്ത ആ ആനന്ദത്തോട് കൂടിയിട്ട് എന്നാണ് അർത്ഥം. അപ്പോ ഇപ്രകാരം ആ യോഗാഭ്യാസമൊക്കെ പരിശീലിച്ചിട്ട് ആ നിറഞ്ഞു ശോഭിക്കുന്ന അങ്ങ് തന്നെയാകുന്ന ആ പരമാനന്ദ രസം കൊണ്ട് ഉള്ളിൽ അടക്കാനാവാത്ത ആനന്ദത്തോടു കൂടിയിട്ട് എന്ന് പറയാണ്. പിന്നെ മുക്തഭക്തകുല മൗലിതാം ഗത. മുക്തന്മാര് എന്ന് പറഞ്ഞ ജീവൻ മുക്തന്മാര് ആയിട്ടുള്ള മുക്തഭക്തകുല മൗലിതാം ഗതാഹ. മൗലിതാം എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയില്. ഗതാഹ പറഞ്ഞ എത്തിയവരായിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായ ആ പദവിയില് എത്തിയവരായിട്ട്. മുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ശരീരമൊക്കെ ഉണ്ടാവും, പക്ഷെ അവര് ശരീരവും ഉണ്ട്, ജീവനും ഉണ്ട്, പക്ഷെ അവര് മുക്തന്മാരാണ്.
ജീവൻ മുക്തന്മാര്. അവര് ഈ സമാധിയില് ജീവാത്മാവ് സമാധിയിലെത്തിയിട്ട് ഈ പരമാത്മാവുമായിട്ട് ലയിക്കുന്നു. ആ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ലയിച്ചിട്ട് അങ്ങനെ ജീവൻ മുക്തന്മാരാണ് അവര്. പിന്നെ സഞ്ചരേമ സുഖനാരദാധിപൻ. സഞ്ചരേമ എന്ന് പറയുന്നതാണ് സഞ്ചരിച്ചു കൊള്ളാം. ശുഗനാരദാധിപത്, ശുഗബ്രഹ്മർഷിയെ പോലെയും നാരദ മഹർഷിയെ പോലെയും, വത് വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എന്നർത്ഥം, മഹർഷിയെ പോലെയും സ്വൈരമായിട്ട് സഞ്ചരിച്ചു കൊള്ളാം എന്ന് പറയാണ് മേൽപ്പത്തൂര്. അപ്പോ ഈ അഭ്യാസങ്ങളൊക്കെ ഇപ്രകാരം അഭ്യാസങ്ങളൊക്കെ പരിശീലിച്ചിട്ട് ആ നിറഞ്ഞ് ശോഭിക്കുന്ന അങ്ങ് തന്നെയാകുന്ന ആ പരമാനന്ദ രസത്തില് ഉള്ളിൽ അടക്കാനാവാത്ത ആനന്ദത്തോടു കൂടിയിട്ട് ആ മുക്തന്മാരും ഭക്തന്മാരും ആയിട്ടുള്ള ആ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയില് ഈ ശുഗബ്രഹ്മർഷിയും പിന്നെ നാരദ മഹർഷിയെ പോലെയും ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ ആരും ഇല്ല. അത്രയ്ക്കും ഭക്തന്മാരാണ്. അതാ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയില് ഗദാഹ എത്തിയവരായിട്ട് സഞ്ചരേമ ശുഗനാരദാധിപത്, ആ ശുഗബ്രഹ്മർഷിയെ പോലെയും നാരദ മഹർഷിയെ പോലെയും അങ്ങനെ സ്വൈരമായിട്ട് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കുമാറാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുഗബ്രഹ്മർഷിയും പിന്നെ നാരദ മഹർഷിയും ഒക്കെ എന്താണ് ഭക്തന്മാർ, ഏറ്റവും വലിയ ഭക്തന്മാരാണ് അവര്. അതുപോലെ തന്നെ മുക്തന്മാരുമാണ് എന്ന് പറയാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സ്വൈരമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കുന്നു. അതുപോലെ എനിക്കും അതുപോലെ തന്നെ ഈ മുക്തിയൊക്കെ നേടിയിട്ട് മുക്തന്മാരായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമാറാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്തകുല മൗലിതാം ഗദാ സഞ്ചരേമ ശുഗനാരദാധിപ. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.